ഹല്ലേലൂയ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുവിൽ ഏവർക്കും ഒരിക്കൽ കൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഹബക്കൂക്ക് പ്രവചനം നാം ചിന്തിക്കുമ്പോൾ ചില ചോദ്യങ്ങൾ നമുക്ക് പ്രവാചകൻ ദൈവത്തോട് ചോദിക്കുന്നതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. അതിൻ്റെ 1-ാം അധ്യായത്തിൽ 2-ാം വാക്യം മുതൽ, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും. സാഹസം നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും. ഇങ്ങനെ പല ചോദ്യങ്ങളാണ് നമുക്ക് കീഴ്പോട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് കഴിയുന്നത്. ഏതാണ്ട് BC 605 മുതൽ 597 വരെയുള്ളതായ കാലഘട്ടത്തിൽ ഹബക്കൂക്ക് താന് അസീര്യക്കാരുടെ പരാജയത്തിനും ബാബിലോണ്യരാലുള്ള യെരുശലേമിന്റെ ആക്രമണത്തിനും മധ്യത്തിൽ യഹൂദയോട് പ്രവചിച്ച പ്രവാചകനാണ്. എന്നാൽ യഹൂദയോട് പ്രവചിച്ചതിനേക്കാൾ ഉപരിയായിട്ട് പ്രവാചകനും ദൈവവും തമ്മിലുള്ളതായ ഒരു സംഭാഷണമാണ് ഈ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ദുഷ്ടതയെക്കുറിച്ച് ദൈവം എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യുന്നില്ല, തങ്ങളെക്കാൾ കൂടുതൽ ദുഷ്ടരായ ബാബിലോണ്യരെ ഉപയോഗിച്ച് ദൈവം തന്റെ ജനത്തെ ശിക്ഷിക്കുന്നത് എന്തുകൊണ്ട്, അത് നീതിയാണോ തുടങ്ങിയ ചോദ്യങ്ങളാണ് ഹബക്കൂക്കിന് ഇവിടെ ഉന്നയിക്കുവാനായിട്ട് ഉള്ളത്. ഇത് എക്കാലത്തും ഉയരുന്നതാകുന്ന ഒരു ചോദ്യമാണ്. പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നീതിമാന്മാർ പീഡിപ്പിക്കപ്പെടുന്നു തുടങ്ങിയ പല ചോദ്യങ്ങൾ ദൈവജനത്തിന്റെ നടുവിൽ അത് ഉയർന്നു വരാറുണ്ട്. എന്നാൽ ഇവിടെ യഹൂദയുടെ അനുസരണക്കേട് നിമിത്തമാണ് അവരെ ബാബിലോണ്യരെ കൊണ്ട് ശിക്ഷിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. അത് ദൈവത്തിന് പല പദ്ധതികളുണ്ട്. ചിലപ്പോൾ സാത്താനെ പോലും ദൈവം ഉപയോഗിച്ച് ചില തിരുത്തലുകൾക്ക് വേണ്ടി പലരെയും സന്ദർശിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതൊന്നും നശിപ്പിക്കുവാനല്ല, അവർ യഥാർത്ഥമായി ദൈവ വഴികളിൽ നടക്കേണ്ടതിന് വേണ്ടിയാണ് എന്ന് പിന്നത്തേതിൽ അത് മനസ്സിലാക്കി തിരുത്തുമ്പോൾ മാത്രമേ അങ്ങനെയുള്ളവർക്ക് അതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു, അല്ലെങ്കിൽ ദൈവം എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് പിന്നീട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തു തന്നെയായിരുന്നാലും ഹബക്കൂക്ക് താന് അവസാനത്തിലേക്ക് കടന്നു വന്ന് താന് അതിന്റെ 3-ാം അധ്യായത്തിൽ 17-ാം വാക്യം മുതൽ പറയുമ്പോൾ, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല, ഒലിവ് വൃക്ഷത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കുകയില്ല, എങ്കിലും ഞാൻ യഹോവയില് ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും എന്ന് പറഞ്ഞ് തന്റെ നിരാശയുടെ ചോദ്യങ്ങളെല്ലാം മാറ്റി ദൈവത്തിൽ പൂർണ്ണാശ്രയം അർപ്പിക്കുന്ന ഹബക്കൂക്കിനെയാണ് പിന്നീട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അതേ പ്രിയമുള്ളവരെ, ദൈവം ഒരിക്കലും ദോഷങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്ന ദൈവമല്ല. പല തിരുത്തലുകൾക്ക് വേണ്ടിയും ഗുണീകരണത്തിനു വേണ്ടിയും ദൈവം ചിലപ്പോൾ നമ്മെ ശിക്ഷിക്കാറുണ്ട്. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചോദ്യം ചെയ്യാതെ വണ്ണം ദൈവത്തെ അനുസരിപ്പാൻ നമുക്ക് ഏവർക്കും ഇടയാകട്ടെ. അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. അതെ, ആ ദൈവാഖരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കർത്താവിൻ പാ
കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഭാഗ്യവാൻ ഞാൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. തന്നുയിർ തന്ന ജീവനാഥൻ എന്ന ഭയം എന്നാൾ മുഴുവൻ. ഒന്നിനും തന്നിടമെന്നീ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം താൻ മതിയാം. ഒന്നിനും തന്നിടമെന്നീ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാം താൻ മതിയാം. ആശ്രയം യേശുവിലെന്നതിനാൽ